ഗൈസ്, അടിച്ചു വിളിച്ചിരിക്കുന്ന ഓരോ ഗെയിമിങ്ങിൻ്റെ പുതിയവിളക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 ആയിട്ട് വന്നേക്കുകയാണ് ഗൈസ്. നമ്മൾ നേരത്തെ ഒരു മൈനിങ് എന്നൊക്കെ നമ്മളിപ്പോൾ ഈ വേൾഡ് ലോഡാവാനുള്ളൂ ഗൈസ്. നമ്മൾ ഇന്ന് ഒരു 2 വീഡിയോ കണ്ട് ഇട്ടായിരുന്നു. ഇത് 3ാമത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വേൾഡ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കണ്ട അപ്പോൾ നമ്മുടെ കുറച്ച് ലാഗ് അടിയുണ്ട് ഗൈസ്. അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് മൈനിങ്ങിന് പോകും ഗൈസ്. നമുക്ക് മറ്റു സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങളുടെ ക്രീപ്പർ ഉണ്ട് ഗൈസ്. നമുക്ക് വേറെ വല്ല സൈഡിലോട്ടും കുഴിക്കാം. ഇവിടെ ഇന്ന് കുഴിക്കാം ഗൈസ്. ഓ ഗൈസ്, അന്വേഷിച്ച സാധനം, നമ്മൾ ഇത്ര നേരം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരേ ഒരാൾ കോൾ. അപ്പം നമുക്ക് നമ്മുടെ കോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു കളി കളിക്കും മോനെ. അപ്പം ഗൈസ് നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടൻറ്റ് പറയാൻ പോയി തന്നെ ഒരു കോൾ എടുക്കലായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പം തന്നെ എനിക്ക് കോള് കിട്ടി. നമുക്കിനി അയ്യൺ വേണം. കോളിനേക്കാളും എനിക്ക് വേണ്ടത് അയ്യണാണ് ഗൈസ്. കോൾ എവിടെ നോക്കിയാലും കിട്ടും, അത് വേറെ കാര്യം. നമ്മുടെ വീണ്ടും ഡിലട്ടാ കുഴിച്ച കോള് കുറേ കിട്ടും ഗൈസ്. എനിക്ക് അയ്യണാണ് ഗൈസ് വേണ്ടത്. ഷീൽഡ് ഉണ്ടാക്കണം. നമുക്ക് ഹാർമേഴ്സ് ഉണ്ടാക്കണം ഗൈസ്. ഹാർമേഴ്സ് ഉണ്ടാക്കിയ ഒരു പ്രശ്നവുമില്ല ഗൈസ്. അത് മുകളിലാക്കി ഇരിക്കണം ഗൈസ് കോള്. ഇതാണ് ഗൈസ്. നമുക്കിനി കുറേ ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. അപ്പം തന്നെ ഒരു 55 ടോർച്ചെങ്ങാനും ഉണ്ട് നമ്മുടെ. ഓ, ഇത് മറ്റേ സാൻഡ് പോലത്തെ സാധനമല്ലേ ഗൈസ്. ഇങ്ങനെ കുഴിക്കാൻ നേരത്തെ അടിയിലോട്ട് പോയല്ലേ. ഇങ്ങനെ പോയല്ലേ, ഇത് സാധനമല്ല. ബെഡ് റോക്ക് എത്തുവാ ഗൈസ്, അറിയില്ല. ബെഡ് റോക്ക് എത്തിയാണോ അടുത്ത മൈനിങ്ങിൽ സെറ്റാകും ഗൈസ്. അതൊക്കെ വേറെ കാര്യം. അപ്പം തന്നെ ബെഡ് റോക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കുഴിച്ച് കഷ്ടപ്പെട്ട് ഡേർട്ടോ നമ്മുടെ ഡേർട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. എവിടെ മൈൻക്രാഫ്റ്റ് ടോർച്ച് അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ബാക്കിയത് ചെയ്യണം. നമ്മൾ ഇതെന്നാണ്? ഇത് കോളാണ്. അല്ലല്ല, കോളല്ല, സ്റ്റോൺ. അതിന് കുറേ സ്റ്റോൺ പിക്കേക്സ് ഉണ്ടാക്കാം ഗൈസ്. സ്റ്റോണൊക്കെ നമ്മളിപ്പോൾ അറിയാമല്ലോ, കുറേ ഉണ്ട് ഗൈസ്. ഇത്രയും സ്റ്റോൺ നമുക്ക് എത്ര ഫർണസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. പക്ഷെ നമ്മുടെ വീട് ഒരു 2 നിലയൊക്കെ അതിൻ്റെ പാർട്ടൊക്കെ വരും ഗൈസ്. ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം നമുക്ക് കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കി കൂടി കുഴിക്കാം. കോൾ കിട്ടി. കുറച്ച് ലാഗ് അടിയാണ് ഗൈസ്. ലാഗ് ഭയങ്കര ലാഗാണ് ഗൈസ്. നമ്മുടെ ഫോണിലെ ടൈം മൈൻക്രാഫ്റ്റ് കളിയാണ്. ഡൂപ്പൊന്നുമല്ല, ഒറിജിനലാണ്. നമ്മൾ ഗൂഗിളിൽ കൂടെയൊക്കെ കയറ്റിയാണ് ഗൈസ്. ഓ കോഡാണല്ല ഗൈസ്. ഇനിയൊക്കെ ഒരു പ്രശ്നമല്ല ഗൈസ്. എന്ത് വേണം ചെയ്യാം. പുള്ളി കോള് കളിയായിരിക്കുന്നു. എത്ര കോളം കണ്ട് കിട്ടി? 26, 21, 64 എന്തോ ഈ സാധനം തയ്പ്പാനിങ്ങനെ ഇരിക്കണ സാധനം അത് കിട്ടിയിട്ടുണ്ട്. 64. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് എടുക്കണം. ഇവിടെ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു, സോറി ഗൈസ്.
ഇതൊക്കെ നിറച്ച് ലൂട്ട് ഗൈസ്. കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണത് നമ്മുടെ ഒരു ലക്കേ. ഇനി ചെസ്റ്റ് ഉണ്ടാക്കണം. അതിനൊക്കെ വുഡ് കുറേ വേണം ഗൈസ്. വുഡില്ലാതെ പറ്റില്ല. വുഡ് ആണോ ജസ്റ്റ് നോക്കണം എനിക്ക്. അയ്യോ ഞാൻ ടോർച്ചാണ് പൊട്ടിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ് വെച്ചാൽ ഇതെന്താ ടോർച്ച് പൊട്ടുന്നത് എന്ന് ഓടി നോക്കാം. ഓക്കെ ആ ഫസ്റ്റ് ഞാൻ മറ്റേ സോഡ് വെച്ചാണ് കേസ് ഇപ്പം ഇത്ര നേരം അത് ചെയ്തത്. അയ്യാൻ കിട്ടുമായിരിക്കും. ഇത്ര സാധനം കിട്ടിയില്ലേ. നമ്മളെ ലൂട്ടൊക്കെ സെറ്റാണ് കേസ്. ലൂട്ടൊക്കെ സെറ്റാണെന്നാണ് ആണ്. കുറേ പോയാൽ മാത്രമേ ബെഡ് റോക്ക് സാധനങ്ങളൊക്കെ എത്തുള്ളൂ കേസ്. നമ്മൾ ഇവിടെ ഒരു സാധനം കണ്ടില്ലായിരുന്നു ഗൈസ്. ആ സാധനം അവിടെ മറ്റേ ഗോൾഡ് ഉണ്ട് ഗൈസ്. പക്ഷെ അത് ഈ സ്റ്റോൺ പിക്കെക്സ് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഇന്നാണ് ഗൈസ് അറിഞ്ഞത്. ചമ്മിപ്പോയി ഗൈസ്. ഗൈസ് നമുക്ക് ഭയങ്കര സാഡായിട്ടുണ്ട് ഗൈസ്. നമ്മൾ പണ്ട് ഇപ്പോൾ ഗൈസ് പൊട്ടിയിട്ടുണ്ട് എല്ലാവരും. നമുക്ക് ഇവിടെ വെച്ചേക്കാം ഗൈസ്. കൈ പിടിക്കാം. എന്താണ് പണ്ടോരോരാളുടെ കണ്ണീർ വീണപ്പോൾ ഗൈസ് അങ്ങോട്ടല്ല പച്ച സാധനം ഇട്ടത് എന്തായാലും നന്നായില്ല. സ്ഥലം മനസ്സിലായില്ലേ. അതും ഒരു പ്രശ്നമാണ്. നമുക്ക് ഇനി ഒന്ന് കിടന്നുറങ്ങാം. എനിക്ക് രാത്രി എന്നിങ്ങനെ മനസ്സിലാവണമെന്ന് അറിയാമോ ഗൈസ്. ഞാൻ ഈ മൈൻഡ് ചെയ്യുമ്പോൾ രാവിലെ അല്ലായിരുന്നു. കാരണം മൈൻഡ് ചെയ്യുമ്പോൾ രാത്രി ആണല്ലേ. എൻ്റെ ബുദ്ധിയെ പാടുന്നു. നമുക്കൊരു 2-3 ഗ്ലാസ് ഉണ്ടാക്കാം ഗൈസ്. പ്ലഷർ പ്ലേറ്റ് വെച്ചതൊരു സീനാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് കൂടി വെക്കണം. പിന്നെ വെക്കേണ്ട ഇവിടെ. ഇതെന്താണ് പശു എങ്ങാണ്ട് വരുന്ന കേസ്. പശു എങ്ങാണ്ട് വരുന്നല്ല, പശു തന്നെയാണ് കേസ്. ഓ 3 മതി. ഓക്കെ. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് തമ്പി ഈ ഗ്ലാസ്സാണ് നമുക്ക് വേണ്ടത് ഗൈസ്. ഇനി നമുക്ക് 3 കൂടി വേണം. അതിന് നമുക്ക് കോൾ വെക്കണം. നമ്മുടെ എന്തായിരുന്നു ഇത് വെക്കണം ഗൈസ്. ഇനിയൊരു 3 ഒരു 6 മതി ഗൈസ്. ആ സാധനം ഉണ്ടാക്കുക. ആ സാധനം ഉണ്ടാക്കിയ സെറ്റാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് വരണം. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് ഗായ്സ്. 2 കിട്ടി. അപ്പോൾ 3 കിട്ടി. ഓക്കെ അപ്പോൾ മതി അപ്പോൾ രാത്രിയാവില്ല. പെട്ടെന്ന് രാത്രിയാകും. അപ്പോൾ ഇവിടെ മറ്റേ അവൻ്റെ പേര് വന്ന ക്രീപ്പ്. അതെ ക്രീപ്പുക്കുട്ടൻ ഉണ്ടായിരുന്നു ഈ അവിടെ. ഇവിടെയും കൂടി ഒരെണ്ണം പൊട്ടിക്കാമല്ലേ. എല്ലാ സൈഡിലും ഉള്ളതല്ലേ ഒരു ഭംഗിയല്ല കേസ്. നമുക്ക് ക്രീപ്പറും സാധനമൊക്കെ തന്നെ കാണാനാണ്. അയ്യോ പക്ഷെ വാ ക്രീപ്പർ കൊട്ടപ്പ്.
ഇതാണ് ഗൈസ് നമ്മുടെ വീട്. പക്ഷെ റോക്കറ്റ് ഉണ്ടായിരുന്ന റോക്കറ്റ് ഇലക്ട്രിക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണം. നമുക്കിനി വീടൊരു വലുതാക്കണം. എനിക്ക് ഈ മൈനിങ് ഏരിയ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഈ അടി വെച്ചിട്ട് പുല്ല് നമ്മുടെ മറ്റേ ഡേർട്ട് പോലെയാണ് ഗൈസ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമുക്ക് ഈ വാതിലുണ്ടാകാനായിട്ട് ഇല്ല, വേണ്ട. ചിത്രം ചെയ്തിട്ടുണ്ട് നമ്മൾ. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്രോയിങ് തണ്ടർ സ്ട്രോംസ്. എന്തൊക്കെ എഴുതി കാണിക്കേണ്ടത്? നമുക്കിനി ഉണ്ടാക്കേണ്ടത് വേണം. ചുമ്മാ ഗ്ലാസ് വെച്ചാണ് ഒരു ഭംഗിക്ക്. പക്ഷെ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. എല്ലാവരും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.